മാഡം, ഇന്ന് നല്ലൊരു പ്രൗഢഗംഭീരമായ ചടങ്ങാണ് ഇവിടെ നടന്നത്. ഈ ഒരു സാറിൻ്റെ ഒരു പുസ്തക പ്രകാശനം. ഈ ഒരു പുസ്തകം ഇന്നത്തെ തലമുറ എത്രത്തോളം സ്വാധീനിക്കുമെന്നാണ് കരുതുന്നത്? ഇന്നത്തെ തലമുറയ്ക്ക് ഏറ്റവും അവർ ലാക്ക് ചെയ്യുന്നത്, അവർക്കില്ലാതെ ഇരിക്കുന്നത് എന്ന് നമ്മൾ കരുതുന്നത് വായനാശീലം ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. കാരണം കുട്ടികളൊരു ഡിജിറ്റൽ വേൾഡിലേക്ക് അവർ പറിച്ച് മാറ്റപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു നല്ല വശങ്ങളുണ്ടെങ്കിൽ പോലും വായന കുറയുന്നത് കൊണ്ട് പദസമ്പത്ത് അല്ലെങ്കിൽ വൊക്കാബുലറി എന്നത് മലയാളത്തിലായാലും ഇംഗ്ലീഷിലായാലും കുട്ടികൾക്ക് വളരെ കുറവാണ് ഈ കാലത്ത്. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു പുസ്തകം, പ്രത്യേകിച്ച് അതിൽ ഇത്തരമൊരു പുസ്തകം അതിൽ വാക്കിൻ്റെ ഇംഗ്ലീഷിലുള്ള എക്സ്പ്ലനേഷൻ ഉണ്ട്. അതുകൂടാതെ സിനണിംസ് ഉണ്ട്, ആൻറ്റണിംസ് ഉണ്ട്, അത് പര്യായ പദങ്ങളുണ്ട്, വിപരീത പദങ്ങളുണ്ട്. അതുപോലെ എങ്ങനെയാണ് ഈ പദം ഒരു വാക്യത്തിൽ ഉപയോഗിക്കേണ്ടത്, അത്തരത്തിലൊരു ആപ്ലിക്കേഷൻ ലെവലിലും കൂടെ അദ്ദേഹം ഗ്രന്ഥകാരൻ അതുകൊണ്ട് തന്നെയാണ് ഒരു നിഘണ്ടുവിൽ നിന്നും ഇത് വ്യത്യസ്തമായി ആകുന്നത്. അതുകൊണ്ട് ഇന്നത്തെ കുട്ടികൾക്ക് വളരെയധികം ഒരു റെഫറൻസ് ഗ്രന്ഥമായി വയ്ക്കാവുന്ന ഒരു പുസ്തകമാണ്. അതുകൂടാതെ നമ്മുടെ ഒരു പേഴ്സണൽ ലൈബ്രറിയിലൊരു മുതൽക്കൂട്ട് തന്നെയാണ് ഈ പുസ്തകം. അതുകൂടാതെ കുട്ടികൾക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പുസ്തകം കൂടിയാണ് എന്ന് ഞാൻ കരുതുന്നു. നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നാൽ തന്നെ കോഡിംഗ് ആണ് ഇപ്പോൾ പ്രധാന ഘടകം. നേരത്തെ നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷ് സെൻ്ററുകളായിരുന്നു. ഇപ്പോൾ കോഡിങ്ങിലൂടെ ഇംഗ്ലീഷ് പഠിക്കാം, പെട്ടെന്ന് പഠിക്കാം. ഈ ഒരു പെട്ടെന്നുള്ള പഠിത്തം നമുക്ക് പ്രായോഗികമാണോ? പെട്ടെന്നുള്ള പഠനം ഒരുപക്ഷെ ഒരു ആപ്ലിക്കേഷൻ ലെവലിൽ അവർക്ക് പ്രായോഗികം ആയേക്കാം. പക്ഷേ ഭാഷയെ അതിൻ്റെ ആഴത്തിലിറങ്ങി പരിശോധിക്കുകയും ഭാഷയെ ഇഷ്ടപ്പെടുകയും ഭാഷയുടെ പല അടരുകളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയുകയും ചെയ്യണമെങ്കിൽ ഇത്തരം പുസ്തകങ്ങൾ വായിക്കുകയും ക്രിയേറ്റീവായിട്ട്, ഇപ്പോൾ ജയകുമാർ സർ അദ്ദേഹത്തിൻ്റെ ഉദ്ഘാടന പ്രഭാഷണത്തിൽ പറഞ്ഞു, PG ലെവലിൽ പഠിക്കുമ്പോൾ പോലും അദ്ദേഹം വൊക്കാബുലറി, അവനവൻ്റെ പദസമ്പത്തിനെ കുറിച്ച് അദ്ദേഹത്തിന് ഒരുപാട് കൺസേൺസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മുടെ ഭാഗത്തു നിന്നൊരു പ്രയത്നമുണ്ടെങ്കിൽ മാത്രമേ അത്, സുജീവ് സർ ഈ പുസ്തകം രചിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രയത്നം എത്ര കണ്ട് വലുതാണെന്ന് നമുക്ക് അറിയാം. അപ്പോൾ എത്ര കൂടുതൽ വായിക്കുന്നുവോ, എത്ര നല്ല ഗ്രന്ഥങ്ങൾ വായിക്കുന്നുവോ, എത്ര പുസ്തകങ്ങളെ നമ്മുടെ കൂട്ടുകാരാക്കുന്നുവോ അത്രത്തോളം നമുക്ക് പദസമ്പത്തുണ്ടാകും, ഭാഷയുടെ പ്രയോഗങ്ങളെ കുറിച്ച് കൂടുതൽ അറിയാൻ സാധിക്കും. അപ്പോൾ എളുപ്പത്തിൽ പഠിക്കുക എന്ന് പറയുന്നത്, നമ്മൾ ക്വിക്കായിട്ടൊരു മീൽ ഉണ്ടാക്കുന്നതും കാര്യമായൊരു സദ്യ ഉണ്ടാക്കി വിളമ്പുന്നതും തമ്മിലുള്ള വ്യത്യാസം പോലെയാണ്. താങ്ക് യു മാഡം, നല്ല വിവരണത്തിന് താങ്ക് യു. വെൽക്കം.